നമ്മൾ എടുക്കാൻ പോകുന്നത് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. ഇത് സൈനിക സ്കൂളിൻ്റെ പ്രവേശന പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ടൈം എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു ജീപ്പ്, ഒരു കാർ, ഒരു ബസ്, ഇതൊക്കെ ഓടാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്ററോടെ എത്ര മണിക്കൂർ, അതായിരിക്കും ടൈം എന്ന് പറയുന്നത്. കിലോമീറ്റർ പെർ അവറിലാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടൈം വരുന്നത് സാധാരണ. ഇനി ഇവിടെ ടൈം സ്പീഡും വന്നു. അതായത് ഇത്ര കിലോമീറ്റർ സ്പീഡ് ഇത്ര മണിക്കൂറിൽ എന്നുള്ളത് വന്നു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെടുക്കുന്ന ദൂരമാണ്. ദൂരം, സമയം, വേഗത, ഇത് മൂന്നുമാണ് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ദൂരം, സമയം, വേഗത. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം, എന്നാൽ നമുക്ക് എളുപ്പമുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. എത്ര ദൂരം ഓടിയോ ആ ദൂരത്തിന് എന്ത് ചെയ്യണം, എടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ടൈം കാണാൻ, എത്ര സമയം എടുത്തു എന്നുള്ള ടൈം കാണാൻ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് കണക്റ്റഡ് ആയത് രണ്ടും. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് ടൈം കാണാൻ, ടൈം ടേക്കൺ ടു ട്രാവൽ. ഇനി ടൈം കാണാൻ ഡിസ്റ്റൻസും സ്പീഡും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസും ടൈമും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് ഇൻറ്റു സ്പീഡാണ് ടൈം കാണാൻ. ടൈമല്ല, ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ആദ്യം സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി ഡിസ്റ്റൻസ് കാണാൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് കാണാൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ടൈമും സ്പീഡും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഈ മൂന്ന് ഇക്വേഷൻസും ആദ്യം തന്നെ ബൈഹാർട്ടാക്കണം. മൂന്ന് ഇക്വേഷൻസ് ബൈഹാർട്ടാക്കിയാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മൂന്ന് ഇക്വേഷൻസ് ആദ്യമായിട്ട് തന്നെ ബൈഹാർട്ടാക്കണം. ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നത്, ടൈം എങ്ങനെയാണ് കാണുന്നത്, സ്പീഡ് എങ്ങനെയാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി മറ്റ് ഓർത്തിരിക്കുന്ന 2-3 കാര്യങ്ങളൂടെ ഉണ്ട്. ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന് എന്താണെന്നറിയാം, ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കുമെന്ന് നമ്മൾ ക്വസ്റ്റ്യന് വരാം. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം എടുക്കും. ടു ക്രോസ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്, അല്ലെങ്കിൽ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി പ്ലാറ്റ്ഫോം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അങ്ങനെ ടു ക്രോസ് എ പോസ്റ്റ്, ഒരു പോസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതിയല്ലോ, ഒള്ളി ടേക്ക് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ടു ക്രോസ് എ പോസ്റ്റ് ഹിയർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും, ട്രെയിനിൻ്റെ ലെങ്തിന് തുല്യമായിരിക്കും. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ, ഈക്വൽ ടു ദി ട്രെയിനിൻ്റെ നീളം മാത്രം അവിടെ കണക്കാക്കിയാൽ മതി. ലെങ്ത് ഓഫ് ദി ട്രെയിൻ, ലെങ്ത് എന്നിട്ടെങ്കിൽ ട്രെയിനിൻ്റെ നീളമാണ് അവിടെ ലെങ്ത് ഓഫ് ദി ട്രെയിനിൻ്റെ നീളമായിരിക്കും അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ടു ക്രോസ് എ ബ്രിഡ്ജ്, ഇനി ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനാണ് പറയുന്നതെങ്കിലോ എത്ര സമയം എടുക്കും, ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഇവിടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിനിൻ്റെ ലെങ്തും പ്ലസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ്. ഡിസ്റ്റൻസ് കാണാൻ ട്രെയിനിൻ്റെ ലെങ്തും ബ്രിഡ്ജിൻ്റെ ലെങ്തും കൂടി കൂട്ടണം, എന്നാലേ അവിടെ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി
ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. നമുക്ക് ഇത്ര സെക്കൻഡ് കൊണ്ട് ഈ ട്രെയിൻ എവിടെ എത്തും എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ അങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാവോ? സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്ത സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്ത സ്പീഡ് ബൈ 5/18 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് കിലോമീറ്റർ പെർ അവർ ചേഞ്ച്ഡ് ടു എന്ത് മാറ്റം മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 മീറ്ററാണ്. ഒരു അവറിനുള്ളിൽ 60 മിനിറ്റ്സ്, 1 മിനിറ്റിനുള്ളിൽ 60 സെക്കൻഡ്സ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണ് ഈ 5/18 കിട്ടുന്നത്. 1000/6 36 3600 കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 2 കൊണ്ട് വെട്ടാം. 1000 10 18 36 ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലാക്കിയെടുക്കുക. അപ്പം അങ്ങനെ വരും. എന്തുകൊണ്ട് 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. ഇനി ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. എ ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 36 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എത്രയാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു 36 കിലോമീറ്റർ പെർ അവർ. 1 മണിക്കൂറിൽ 36 കിലോമീറ്ററാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 36 × 1000 ഡിവൈഡഡ് ബൈ 60 × 60. അതിന് പകരമാണ് ഞാൻ പറഞ്ഞത് 36 × 5/18. പെട്ടെന്ന് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ അത്രയും വലിയ സ്റ്റെപ്പ് ചെയ്യുന്നതിനെക്കാളും എളുപ്പമായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതോട് വെട്ടി 6 6 36 6 6 1 ടൈം. അപ്പം 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 5 സെക്കൻഡ് കൊണ്ടാണ് 5 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 36 കിലോമീറ്റർ പെർ അവർ 5 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 5 സെക്കൻഡ് കാണാൻ, ഡിസ്റ്റൻസ് കാണാൻ ലെങ്ത് ഓഫ് ദി ട്രെയിനാണ്. ഡിസ്റ്റൻസ് ട്രാവലിനും ട്രെയിനിൻ്റെ ലെങ്ത് ഈക്വൽ ആയിട്ട് വരുമല്ലോ. കാരണം എന്താ, ഇത് ട്രെയിൻ റണ്ണിങ് ആയിട്ട് സ്പീഡ് ടെലിഗ്രാഫ് പോസ്റ്റാണ് കടന്നു പോകണ്ടേ. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്തും ഡിസ്റ്റൻസും തുല്യമായിരിക്കും. ഇവിടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിനിൻ്റെ ലെങ്തും ഡിസ്റ്റൻസും തുല്യമായിരിക്കും. അപ്പം ഈസ് ഈക്വൽ ടു 10 × 5 സെക്കൻഡ്സാണ്. 5 സെക്കൻഡ് കൊണ്ടാണ്. അപ്പം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ കണ്ടല്ലോ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 5 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക, ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കുക. അടുത്ത ഒരു പ്രോബ്ലമായിട്ട് അടുത്ത ദിവസം കാണാം. മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി ചെയ്യിപ്പിക്കുന്നത്.